Watch India's largest kids library only on Jio Hotstar. Download the app now. പത്തലോ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. ഇവിടെ കഴിക്കാൻ എന്താ ഉള്ളത്? ഒന്നുമില്ലല്ലോ. മതി നിന്റെ പത്രം വായന. വേഗം വല്ലത് കഴിക്കാനുണ്ടാക്ക്. ഞാൻ എന്തിനാ പാചകം ചെയ്യുന്നത്? ദിവസം ഞാനല്ല ചെയ്യുന്നത്. ഇന്നൊരു ദിവസത്തേക്ക് നീ ചെയ്യലേക്ക് നോക്ക്. ദിവസവും ഞാൻ ചെയ്യണോന്ന് എന്റെ തലയിൽ വല്ലവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? ഇന്ന് നീ തന്നെ ചെയ്യേ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. രണ്ട് കാര്യങ്ങൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒന്ന് എന്റെ വിശപ്പ്, രണ്ടാമത്തേത് വിശപ്പ് കാരണം വരുന്ന ദേഷ്യം. എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ എന്റെ കയ്യേ വെറുതെ വിടൂല നിന്നെ ഞാൻ. മോട്ടോ അടുത്തേക്ക് വരരുത്. പത്തലും മര്യാദയ്ക്ക് അത് താഴേക്കിട്ടോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ താഴേക്ക് ഇടാനാ പറഞ്ഞത്. വെറുതെ വിടില്ലടാ നിന്നെ ഞാൻ. ഞാനെന്ത് ചെയ്യാ? ഇപ്പൊ ഞാൻ പറയുന്നത് കേക്ക്. എങ്ങോട്ടായി വലിഞ്ഞു കയറുന്നേ? ഇത്ര വേഗത്തിൽ പോയാ മതിയോടാ. നീ ഭയങ്കര ധൃതിയിലാണെന്ന് തോന്നുന്നല്ലോടാ. അതെ, അല്ലല്ല. എന്നാ പോയിക്കോ, വേഗം പോയിക്കോ. രക്ഷിക്കണേ. മോട്ടോ ആലോചിക്ക് സ്നേഹിത, നന്നായിട്ട് ആലോചിക്ക്. നീ ഈ റോക്കറ്റിൽ കേറി പിങ്ക് പ്ലാനറ്റിൽ പോയി ഇറങ്ങുവാണെങ്കിൽ പിന്നീട് ഈ ലോകം തന്നെ നിന്നെ വാഴ്ത്തില്ലേ? നീ ഒന്ന് ആലോചിക്ക്. എല്ലാ ചാനലുകളിലും ബ്രേക്കിംഗ് ന്യൂസ് നീ ആയിരിക്കില്ലേ? പൊളിച്ചെടുത്തല്ലോ. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എനിക്കിട്ട് പണി തരാൻ തീരുമാനിച്ചു അല്ലേ? നിങ്ങൾ ആളൊരു തരികിടയാണല്ലോ. ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ നിന്റെ പേര് ചരിത്രത്തിൽ കുറിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ എന്റെ പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ നോക്കുന്നു, പക്ഷെ എന്നെ അങ്ങനെ പറ്റിക്കാൻ കഴിയില്ല. കഴിഞ്ഞ 20 കൊല്ലങ്ങളായിട്ട് മോട്ടു പത്തുലുവിനെ എങ്ങനെ കൊടുക്കണമെന്നാ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. പത്തുലു, എന്താണ് ഓടുന്നത്? നിന്റെ പുറകെ വല്ല ഭൂതം വരുന്നുണ്ടോ? എന്നെ എപ്പോഴും ഒരു ഭൂതം മാത്രമേ ഓടിക്കാറുള്ളൂ. അതിന്റെ പേരാണ് മോട്ടു. അത്രേ ഉള്ളൂ. ഇതിനകത്ത് ഒളിച്ചിരിക്കേ. മോട്ട് വന്നുകഴിഞ്ഞാ നീ ഇവിടെ ഒളിച്ചിരിക്കുന്നത് അവൻ അറിയാൻ പറ്റില്ലല്ലോ. വേഗം വന്ന് കേറിക്കോ. എന്നാ ശരി. നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്നെ ഇതിനാ പറയുന്നത് ഒന്നെടുത്താൽ മറ്റൊന്ന് സൗജന്യമെന്ന്. ഡോക്ടർ വെറുതെ വാചകടിക്കാതെ റോക്കറ്റ് വിടാൻ നോക്ക്. നീ എന്നെ തല്ലുവല്ലേ? പിടിക്ക് പിടിക്ക് പിടിക്ക്. വേണ്ട, ഇന്ന് പിടിച്ചോ. അവിടെ നിക്ക്. കാണിച്ചു തരാം നിന്നെ ഞാൻ. എന്നോട് കളിച്ചാൽ ഞാൻ നിന്നെ കളി പഠിപ്പിക്കും പത്തലു. വാതില് കുറ്റിയിട്ടേക്കാം. എന്താ ഇത്? രക്ഷിക്കണേ, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. എന്റെ ദൈവമേ, പത്തലു വാതില് തുറക്ക്. ആപത്ത് കാലത്താണ് കൂട്ടുകാരനെ സഹായിക്കേണ്ടത്. കഥക് തുറക്കുന്ന പ്രശ്നമില്ല, വേഗം ഇവിടുന്ന് പോയിക്കോ. നമുക്ക് സന്ധ്യ സംഭാഷണത്തിലൂടെ പ്രശ്നങ്ങൾ തീർക്കാം. നീ ഒന്ന് തുറക്ക്. വാതിലൊക്കെ തുറക്കാം, പക്ഷേ 100 ഏത്തോട്ടിട്ട് മാപ്പ് ചോദിക്കണം. എന്താ, സമ്മതാണോ? 100 ഏത്തിടാനോ? എന്റെ പത്തിലോ, ഞാനിവിടെ ഒരേത്തിട്ടാലേ പരലോകത്ത് എത്തും പോനെ. എന്റെ പൊന്നു കൂട്ടുകാരാ, എന്നെ ഒന്ന് രക്ഷിക്കൂ. എന്റെ പത്തിലു. എന്റെ പൊന്നു മോട്ടോ, നീ പുറത്തെന്താ ചെയ്യുന്ന? അകത്തേക്ക് വാ. ചട്ക നമ്മളെ വഞ്ചിച്ചു പത്തിലു. ജഡ്കയല്ല, ഗസീറ്റയാണ് പറ്റിച്ചത്. എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ ഞാൻ ഇതിന് പകരം ചോദിക്കാതെ വിടില്ല. പത്തിലു, ഇതേതാ ഗ്രഹം? ഇവിടെ മുഴുവനും പിങ്ക് നിറത്തിലാണല്ലോ ഉള്ളത്. അത് കണ്ടോ, എത്ര വിഗ്രഹങ്ങളാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് അവിടെ പോയി നോക്കാം. വേഗം വാ, പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്താന്ന് നോക്കാം. ഓടിക്കോ. ഓ
ഓടിക്കോ പത്തലു, ഓടിക്കോ. ഓടിക്കോ, ഓടിക്കോ. ഞാൻ ഓടിക്കൊണ്ടിരിക്കാൻ നീ കാണുന്നില്ലേ? ഇവര് നമുക്ക് പറ്റിയ ആൾക്കാരാണ്. നല്ല ധൈര്യശാലികളാണ്. ഇവർക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. മോട്ടോ പട്ടിലു, പേടിക്കണ്ട, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരാണ്. ഇത് കൊള്ളാലോ. നമുക്ക് ഇത്രയും പ്രശസ്തി ഉണ്ടെന്ന് നമ്മൾ പോലും അറിഞ്ഞില്ലല്ലോ. ഇവരെങ്ങനെ നമ്മളെ കുറിച്ച് മനസ്സിലാക്കിയേ? കൂട്ടുകാരെ, നിങ്ങൾ എങ്ങനെ ഞങ്ങളുടെ പേര് മനസ്സിലാക്കിയേ? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അത് ചെയ്യാൻ തയ്യാറാ. ആണോ? എനിക്കിപ്പോ ഭയങ്കര വിശപ്പ് തോന്നുന്നു. സമൂസ മേടിച്ചു തരാൻ പറ്റുമോ? അതും ആ ഫുർഫുറി നഗരത്തിലെ ചായക്കടയിലെ സമൂസ. നിനക്കെപ്പോഴും സമൂസന്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഞങ്ങൾ ഇപ്പൊ തന്നെ സമൂസ വരുത്തിക്കാം. കുറച്ച് ക്ഷമിക്കൂ. നല്ല മണം. അല്ല, എവിടേക്കാ പോകുന്ന മോട്ടോ? ഞാൻ ചോദിച്ചതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് സമൂസ സമ്മാനിച്ചല്ലോ. സമൂസ, എന്റെ സമൂസ. പോര് പോര്, എന്റെ വായിലോട്ട് പോര്. നിങ്ങൾ ശരിക്കുള്ള കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഭൂമിയിലേക്ക് അയക്കാൻ പറ്റുമോ? ഞങ്ങള് കേടപേക്ഷിക്കുകയാണ്. ഞങ്ങളെ തിരിച്ച് ഭൂമിയിലേക്ക് പറഞ്ഞു വിടൂ. തീർച്ചയായിട്ടും നിങ്ങളെ തിരിച്ചയക്കാം. പക്ഷെ അതിനു മുമ്പ് ഞങ്ങളെ രക്ഷിക്കൂ. ഞങ്ങളെ സഹായിക്കൂ. ഞങ്ങളെ രക്ഷിക്കൂ. ഞങ്ങളുടെ ഗ്രഹം കാലഗ്രഹം എന്ന ഏലിയൻ കൈയടക്കി വെച്ചിരിക്കുകയാണ്. എല്ലാം നശിപ്പിച്ചു. എല്ലാരെയും കല്ലാക്കി മാറ്റിയിരിക്കുകയാണ്. ഇല്ല, അതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റില്ലെന്നോ? എന്നാ പിന്നെ നിങ്ങളെ തിരിച്ചയക്കില്ല. എന്നാ ശരി, ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകൂ. എന്റെ മോട്ടോ, നിനക്ക് കാലുണ്ടല്ലോ, എന്തിനാ ചാടുന്ന? നടന്നു വന്നാ പോരെ? ശരിയല്ലേ? കാലഗ്രഹ, നിന്റെ കാലനിതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഭൂമിയിൽ നിന്നും മോട്ടും പത്തിലും നിന്റെ കഥ കഴിക്കാൻ എത്തി. ഇനിയും സമയമുണ്ട്. വേഗം ഇവിടുന്ന് ഓടിപ്പോയ്ക്കോ. ഇവിടെ ഒന്നും ആരും കാണുന്നില്ലല്ലോ. ഇവര് വിളിച്ചതല്ലാതെ ഇവിടെ ആരും കാണുന്നില്ലല്ലോ. എന്റെ അമ്മേ, നിക്ക് നിക്ക്, ഇങ്ങനെ ഓടിക്കളിക്കല്ലേ, നിക്ക്. ഇതെന്താ ഇങ്ങനത്തെ ഒരു വഴക്ക്? ഒരു സ്ഥലത്ത് നിന്ന് വഴക്കണേ. ഞങ്ങളെന്ത് ഞങ്ങളുടെ ശത്രുക്കളെ ഓടിച്ചിട്ട് തോൽപ്പിക്കാറാ പതിവ്. ഞങ്ങള് തന്ന വാക്ക് പാലിച്ചു. ഇനി നിങ്ങൾ ഞങ്ങളെ തിരിച്ചയക്കേ. അവൻ ഇതുവരെ തോൽവി സമ്മതിച്ചിട്ടില്ല. അവന്റെ കയ്യിലുള്ള ഗണ്ണ് വാങ്ങിക്കണം. ഞങ്ങളുടെ കൂട്ടുകാരെ രക്ഷിക്കാൻ കഴിയും. പിന്നെ അവന് നമ്മളുടെ ഒപ്പം ചേർന്ന് യുദ്ധം ചെയ്യും. അപ്പോഴേ അവനെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയും. മനസ്സിലായോ? സത്യമാണോ? അത് സത്യ. ആ ഗണ്ണിന്ന് ചുമന്ന ലൈറ്റ് അടിക്കുമ്പോ കല്ലായിട്ട് മാറും. പച്ച ലൈറ്റ് അടിക്കുമ്പോ തിരിച്ച് ശരിക്കുള്ള രൂപം കിട്ടും. രക്ഷിക്കണേ.
പിടിച്ചു. അതിങ്ങോട്ട് എറിയ്. പത്ലു, പിടിക്ക്. നിങ്ങൾ ഇത് എന്തായി കാണിക്കുന്നേ? ആ കണ്ണ് വേഗം എന്റെ കയ്യിലേക്ക് താ. ഇന്നാ പിടിച്ചോ. ഇപ്പൊ കാണിച്ചു തരാം നിനക്ക്, ഇപ്പൊ കാണിച്ചു തരാം. ഇതെന്താ വർക്കാവാത്തത്? സോറി. പത്തുലു, നീ വിഷമിക്കണ്ട. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ്. ആദ്യം ഈ കശ്മലിന്റെ കഥ കഴിക്കട്ടെ, എന്നിട്ട് നിന്നെ ഞാൻ രക്ഷിക്കാം. ഒന്ന് നിർത്തൂ, മതിയാക്കൂ. എന്റെ തോൽവി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നീ കുറച്ചേരം ഇതുപോലെ കല്ലായി നിക്ക്. ആദ്യം പോയി ഞാൻ എന്റെ കൂട്ടുകാരെ രക്ഷിക്കട്ടെ. ഇല്ല ഇല്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. എല്ലാം കല്ലായി പോയാ പിന്നെ ഞാൻ എന്ത് ചെയ്യും ഇവിടുന്ന്? പത്ലു, നീ ഇല്ലാത്ത ജീവിതം വ്യർത്ഥമാണ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ല പത്ലു. എന്റെ മോട്ടോ അതിലേക്ക് ബാറ്ററിയുടെ എന്റെ ബാറ്ററിയുടെ ചാർജ് മുഴുവൻ ഇറങ്ങിയിരിക്കുക. അപ്പോഴാണ് അവന്റെ ഒരു ബാറ്ററി. മോട്ടോ തോക്കിന്റെ ബാറ്ററി താഴെ വീണ് കിടക്ക. ഇനി നിങ്ങൾ കാണും ഈ വലിയേട്ടന്റെ കളികളൊക്കെ. മതി മതി, എന്നെ ഇനി കല്ലാക്കുന്നത് നിർത്തൂ. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഇനി എന്റെ വീട്ടിൽ പൊക്കോട്ടെ. അമ്മേ, ഇനിയെങ്കിലും ഞങ്ങളെ ഭൂമിയിലേക്ക് പറഞ്ഞു വിടൂ. ഞങ്ങളെത്തി. ഓ മോട്ടു, പത്ലു, നിങ്ങൾ തിരിച്ചെത്തിയോ? നിങ്ങളെ കാണാൻ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. വേണമെങ്കിൽ ഇയാളോട് ചോദിച്ചു നോക്ക്. അല്ല, ഞങ്ങൾക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി ഞങ്ങള് ദേ ഈ തോക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്ത് തോക്കാ? എന്തേ ഈ 440 വാട്ടുള്ള ഗണ്ണൊന്ന് അമർത്തിയാലുണ്ടല്ലോ, നീ ഇവിടെ പ്രതിമയായിട്ട് ഇങ്ങനെ നിൽക്കും. കാണോ? രക്ഷിക്കണേ, ഇതിനാ പറയുന്നത് കൊടുത്താൽ കൊല്ലത്ത് കിട്ടുമെന്ന്. Watch India's largest kids library only on Jio Hotstar. Download the app now.